മത്സ്യബന്ധന മേഖലയിൽ സബ്സിഡി നിർത്തലാക്കിയതിനു പുറമെ ഫിഷറീസ് വകുപ്പ് അധികൃതരുടെ നിഷേധ നിലപാടിലും പ്രതിസന്ധിയിലായി ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും. ജീവിതം പ്രതിസന്ധിയിലാക്കുന്ന നടപടിക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി മത്സ്യത്തൊഴിലാളികൾ. ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗവും സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന മത്സ്യബന്ധന മേഖലയെ സഹായിക്കുന്നതിന് പകരം ഇന്ധന സബ്സിഡി പോലും ഇല്ലാതായതോടെ പ്രതിസന്ധിയിലായി മത്സ്യബന്ധന മേഖല. ഇതിനു പുറമെ ഫിഷറീസ് വകുപ്പ് കടലിൽ അനാവശ്യമായ പരിശോധനയും ഭീമമായ പിഴ ചുമത്തുകയും ചെയ്യുന്നതിനെതിരെ ജില്ലയിലെ ബോട്ടുടമകൾ രംഗത്തെത്തി. മത്സ്യബന്ധനത്തിന് ഡീസലിന് സബ്സിഡി ഇല്ലാത്ത ഡീസൽ ഒരു വിഷയം സബ്സിഡി തരണം ഞങ്ങൾക്ക്. പിന്നാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന മീൻ കയറ്റുമതി ഇല്ല. അമേരിക്ക 4 വർഷമായി ചെമ്മീൻ കയറ്റുമതി നിരോധിച്ചിട്ട് ഇതുവരെയും കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 4 വർഷം മത്സ്യബന്ധന മേഖലയിൽ ചെമ്മീൻ ആരും എടുക്കാനല്ലാതെ മത്സ്യബന്ധന ബോട്ടുകൾ ഈ വർഷം ആഗസ്റ്റിൽ ഇറങ്ങിയിട്ട് ഇത്രയും കാലത്തിനുള്ളിൽ പണിക്ക് പോകാത്ത ഒരുപാട് ബോട്ടുകളുണ്ട്. പോയ തന്നെ ലക്ഷങ്ങൾ കടായിട്ട് ഇവിടെ കെട്ടിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും സർക്കാരിൽ നിന്നും സഹായങ്ങളില്ല. ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതിയുടെ പേരിൽ ലക്ഷങ്ങളും പതിനായിരങ്ങളും പിഴ ചുമത്തുന്നത് ബോട്ടുടമകൾക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. മത്സ്യലഭ്യത കുറഞ്ഞ സീസണിലും ഇത്തരത്തിൽ പിഴ ചുമത്തുന്നത് മൂലം വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. 12 മുതൽ 15 വർഷം പഴക്കമുള്ള ബോട്ടുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൂടാതെ രാത്രികാല മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളെ പിടികൂടി പിഴ ചുമത്തുകയാണെന്നും പരാതിയുണ്ട്. ഇതുമൂലം നിരവധി മത്സ്യബന്ധന യാനങ്ങൾ പൊളിച്ചുകളയേണ്ട ഗതികേടിൽ ബോട്ടുടമകൾ. കൂടാതെ ഡീസൽ വില വർധന കുത്തനെ ഉയർന്നിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ സബ്സിഡി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് മത്സ്യ തൊഴിലാളികളുടെ പരാതി. കൂടാതെ മത്സ്യബന്ധന യാനങ്ങൾക്ക് നൽകുന്ന ഡീസൽ വിലയിൽ റോഡ് സെസ്സും മറ്റ് നികുതികളും ഏർപ്പെടുത്തിയിരിക്കുന്നതും ഈ മേഖലയെ തളർച്ചയിലാക്കിയിട്ടുണ്ട്. വലിയ ഇൻബോർഡ് വള്ളങ്ങൾ വരെ തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ ചെറിയ ബോട്ടുകൾ തീരക്കടലിൽ മത്സ്യബന്ധനത്തിന് ശ്രമിച്ചാൽ ലക്ഷങ്ങളുടെ പിഴയാണ് ഈടാക്കുന്നത്. ഡീസലും മണ്ണെണ്ണയും പെട്രോളും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന എല്ലാ യാനങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെ പോലെ സബ്സിഡി നൽകുക, 20 മീറ്ററിന് താഴെ നീളമുള്ള ബോട്ടുകൾക്ക് ക്ഷേമനിധി വിഹിതം 4500 രൂപയിൽ നിന്നും 9000 രൂപയാക്കിയ നടപടി റദ്ദാക്കുക, യാനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി പരമ്പരാഗത മേഖലയെ ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പരിരക്ഷ യന്ത്രവൽകൃത മേഖലയ്ക്ക് ഏർപ്പെടുത്തണമെന്നും ക്ഷേമനിധി വിഹിതം അടയ്ക്കുന്ന ബോട്ടുകളിൽ പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച്. സർക്കാർ തലത്തിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും നീതി ലഭ്യമാകുന്നില്ലെന്ന് ആരോപിച്ച് സംസ്ഥാനത്തുടനീളം ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് ഓഫീസ് മാർച്ച് നടക്കും. ജില്ലയിൽ പൊന്നാനി ഫിഷറീസ് ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സംബന്ധിക്കും. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.